വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ദാസിദാസന്മാരായ വിശ്വാസികൾക്ക് ഒരു കഷ്ടാനുഭവം നേരിടുമ്പോൾ അവരതിനെ പിറുപിറുക്കുകയും നിരാശപ്പെടുകയും അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യം നിലവിലുണ്ട്. ദൈവം സ്നേഹമായിരുന്നിട്ടും ദൈവമക്കൾക്ക് കഷ്ടം അനുഭവിക്കുവാനുള്ള അനുവാദം അല്ലെങ്കിൽ കഷ്ടം അനുഭവിക്കാനുള്ള സാഹചര്യം ദൈവം എന്തുകൊണ്ട് അനുവദിക്കുന്നു എന്ന് ചിലർ സംശയം എന്നെ ചോദിക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ സംശയമുള്ളവർക്കും അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്കും എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് ഈ കഷ്ടത അനുവദിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, കഷ്ടം നമുക്ക് അനുഭവിക്കുവാൻ ഇടയാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യമാണ്. അത് ഞാനിങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്നാണ്. അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്നുള്ളതും ഒരു വരമാണ്, ദൈവത്തിൻ്റെ ഒരു വരമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. നമുക്ക് മറ്റെല്ലാ വരങ്ങളും നമുക്ക് സന്തോഷകരമാണ്. അപ്പോൾ ആത്മാവിൻ്റെ വരങ്ങൾ, ദൈവത്തിൻ്റെ വരങ്ങളെല്ലാം നമുക്ക് സന്തോഷകരമാണ്. എന്നാൽ കഷ്ടം അനുഭവിക്കുക എന്നുള്ളത് ഒരു വരമാണെന്ന് അനേക വിശ്വാസികൾക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കഷ്ടം അനുഭവിക്കുന്നത് ഒരു വരമാണ്. അത് വേദവസം പറയുന്ന കാര്യമാണ്. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, കഷ്ടം അനുഭവിക്കുവാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കഷ്ടം അനുഭവിക്കാനുള്ള വരം ദൈവം നൽകിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ കഷ്ടം അനുഭവിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസികൾ ഈ ദൈവവചനങ്ങളെല്ലാം കേൾക്കുകയും അത് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ സത്യം അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. ഈ ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ വിശ്വാസികൾ അത് കേൾക്കുകയും അത് കഷ്ടമുണ്ടെന്ന് വിചാരിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഒരു കഷ്ടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കഷ്ടാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ അത് മറന്നിട്ട്, ആ വചനം മറന്നിട്ട്, അല്ലെങ്കിൽ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിച്ച വചനത്തിനനുസരിച്ച് കഷ്ടം അനുഭവിക്കുന്നത് ഒരു വരമാണ് എന്നുള്ള കാര്യം മറന്നിട്ട് ആ കഷ്ടാനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട്, കഷ്ടത മാറുവാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നാൽ 7 ദിവസം ഉപവാസത്തിൽ വരെ ഇരിക്കുവാനായിട്ട് വിശ്വാസികൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ചർച്ചുകളെല്ലാം കഷ്ടത ദൈവം അനുവദിക്കുന്നതല്ല, അത് ദൈവത്തിൻ്റേതല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും കൂടി ചെയ്യുന്നത് കൊണ്ട് വിശ്വാസികൾക്ക് കഷ്ടത ഒരു ഭാരമാണ്. കഷ്ടത വളരെ അവരുടെ ജീവിതത്തെ തന്നെ താറുമാറാക്കുന്ന ഒരു കാര്യമായിട്ടാണ് കഷ്ടതയെ അവർ കാണുന്നത്. എന്നാൽ ഈ കഷ്ടത ദൈവം അനുവദിക്കുന്നതിന് 4-5 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കഷ്ടതയെയും നമുക്ക് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും. കാരണം റോമാലേഖനത്തിൽ പൗലോസ് അങ്ങനെയാണ് പറയുന്നത്, കഷ്ടതയിലും നമ്മൾ പ്രശംസിക്കുകയാണ്. അതിന് കാരണമുണ്ട്. അപ്പോൾ ഒന്നാമത്, ദൈവം വിശ്വാസികൾക്ക് ദൈവം കഷ്ടത അനുഭവിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ കാരണം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു.
അപ്പം കഷ്ടം അനുഭവിക്കുവാനുള്ള ഒരു വരം ദൈവം ക്രിസ്ത്യാനികൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ കഷ്ടം അനുഭവിക്കുന്നവരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നുണ്ട്. മറിച്ച് കഷ്ടത്തിൽ നിന്ന് അവരെ വിടുവിക്കുമല്ല, ആ കഷ്ടത്തിൽ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കഷ്ടം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ശക്തരാകേണ്ടതിന് ദൈവം ഞങ്ങൾക്ക് തരുന്ന കഷ്ടങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം നമുക്ക് കഷ്ടം അനുവദിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം, കഷ്ടം അനുഭവിക്കുന്ന സഹോദരവർഗത്തെ, നമ്മുടെ സഹോദരവർഗങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവരും കഷ്ടപ്പാടിലുള്ളവരുമാണ്. അപ്പോൾ കഷ്ടപ്പാടിലും കഷ്ടം അനുഭവിക്കുന്നവരുമായിരിക്കുന്ന നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മൾ ശക്തരാകേണ്ടതിന് ദൈവം നമുക്ക് കഷ്ടത അനുവദിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. അപ്പോൾ ദൈവം തൻ്റെ മക്കൾക്ക് കഷ്ടത നൽകുന്നതിൻ്റെ കാരണം, കഷ്ടം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങളുടെ സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ വർദ്ധിച്ചു വരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന സഹോദരിയെയും സഹോദരനെയും ആശ്വസിപ്പിക്കുവാൻ കഴിയേണ്ടതിന് ദൈവം തൻ്റെ ഭക്തന്മാരായ മറ്റ് സഹോദരി സഹോദരന്മാർക്ക് കഷ്ടത അനുവദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഷ്ടത തരുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, കഷ്ടതയിലൂടെ പോകുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് തരുന്ന ഒരു പ്രാക്ടീസാണ് നമ്മുടെ കഷ്ടതകൾ. അതിലൂടെ നമ്മൾ ശക്തരാവുകയാണ്. കഷ്ടമനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ശക്തരാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അനുവദിക്കുന്ന കഷ്ടത. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. റോമർ 5:3. അവിടെ ഞാനിങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. രണ്ടാമത്തെ കാരണം റോമർ 5:3 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞിട്ട് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പം ദൈവം കഷ്ടത അനുഭവിക്കുവാൻ നമുക്ക് അനുവദിക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, കഷ്ടത അനുഭവിക്കുന്ന വ്യക്തിക്ക് 2 ദൈവീക ഗുണങ്ങളുണ്ടാകും. അതായത് ദൈവം വിശ്വാസികൾക്ക് കഷ്ടത അനുഭവിക്കുന്നതിന് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, അവന് ദൈവികമായ 2 ഗുണങ്ങളുണ്ടാവും. ഒന്നെന്താണെന്നറിയോ? ദീർഘക്ഷമയാണ്. കഷ്ടത അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ദീർഘക്ഷമയുണ്ടാകും. അതുപോലെ തന്നെ ദൃഢചിത്തനായി അല്ലെങ്കിൽ ദൃഢമായ ഉറപ്പുള്ള ഒരു മനസ്സിനുടമയായി തീരുമെന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പുള്ള മനസ്സുള്ളവനാകാനും ദൃഢചിത്തനായി തീരുവാനും ദീർഘക്ഷമയുള്ളവനായി തീരുവാനും വേണ്ടിയിട്ട് ദൈവം അവന് നൽകുന്ന നന്മയാണ് കഷ്ടത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കഷ്ടങ്ങളിലും നമ്മൾ പ്രശംസിക്കുന്നു എന്ന് പറയുന്നത്. കഷ്ടങ്ങളിൽ നമ്മൾ പിറുപിറുക്കുന്നു എന്നല്ല, കഷ്ടങ്ങളിൽ നമ്മൾ പ്രശംസിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു കഷ്ടം അനുഭവിക്കുന്നവർക്കൊരു മാതൃകയാണ്. ക്രിസ്തുവും നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചിട്ട് പോയി. അപ്പം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. ആ കഷ്ടം അനുഭവിക്കുന്നവരെ ദൈവം 2 ഗുണങ്ങളാൽ അവരെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, അവർ ക്ഷമയുള്ളവരായി തീരുകയും രണ്ടാമത്തെ കാര്യം, അവർ ദൃഢമായ അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു മനസ്സിന്, വിശ്വാസത്തിൽ നിന്ന് ചഞ്ചലപ്പെടാതെ ഉറച്ചു നിൽക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായി തീരുന്നു എന്നുള്ളതാണ്. അതായത് കഷ്ടത സഹിഷ്ണുതയുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഹിഷ്ണുത എന്ന് പറയുന്നത് അതിൻ്റെ ഫലമാണ് ഉറച്ച മനസ്സും ദീർഘക്ഷമയും. അപ്പോൾ ഒരു വ്യക്തിയെ ദീർഘക്ഷമയുള്ളവനും ഉറച്ച മനസ്സുള്ളവനുമായിരിക്കുവാൻ വേണ്ടി അവനെ ശക്തീകരിക്കുവാൻ ദൈവം നൽകുന്ന അവസരമാണ് കഷ്ടത. അതുകൊണ്ടാണ് കഷ്ടതയിലും പ്രശംസിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം 1 പത്രോസ് 3:14. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ നിങ്ങൾ കലങ്ങരുത്, ഭയപ്പെടുകയും വരുത്.
ഇവിടെ നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വരും. ആ വിധത്തിൽ ക്രിസ്ത്യാനികൾ ഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് നീതി നിമിത്തം അവർ കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത്? കഷ്ടം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്നാണ് പത്രോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ അനീതി നിറഞ്ഞ, അക്രമം നിറഞ്ഞ, അസത്യം നിറഞ്ഞ ലോകത്ത് നിന്ന് കർത്താവ് ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാക്കി നിർത്തിയിരിക്കുകയാൽ നാം ഈ ലോകത്തിൻ്റെ ഗതിക്കെതിരായി സഞ്ചരിക്കുന്നു. അതായത് ഈ ലോകത്തിൽ അനീതിയുള്ള ലോകമാണ്, അധർമ്മമുള്ള ലോകമാണ്, അസത്യമുള്ള ലോകമാണ്. അസത്യമുള്ള, അനീതിയുള്ള, അധർമ്മമുള്ള ലോകത്തിനെതിരായി നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ നീതിയുള്ളതാക്കി തീർക്കുമ്പോൾ ആ നീതി നിമിത്തം നമ്മൾ അനീതിയുള്ള ലോകത്തിൽ നിന്ന് കഷ്ടമനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അനീതിയുള്ള ലോകത്ത് നിന്ന് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് നീതിയുടെ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ നീതിമാന്മാരാണ്. നമ്മൾ നീതിമാന്മാരായതുകൊണ്ടും നാം നീതി പ്രവർത്തിക്കുന്നത് കൊണ്ടും ഈ അനീതി നിറഞ്ഞ ലോകത്ത് നിന്ന് നമുക്ക് കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് പത്രോസ് പറയുന്നത്, അങ്ങനെ ഈ ലോകത്തിൽ നീതി നിമിത്തം കഷ്ടം അനുഭവിക്കുന്നത് അവർ ഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ കഷ്ടം അനുഭവിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. കാരണം കഷ്ടം അനുഭവിക്കുന്നവരെ കർത്താവ് ഭാഗ്യവാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കഷ്ടം അനുഭവിക്കുന്നത് നീതി നിമിത്തമായിരിക്കണം എന്നുള്ളതാണ്. ആ നീതി നിമിത്തം കഷ്ടം അനുഭവിക്കുന്ന വ്യക്തികളെ ഭാഗ്യവാന്മാർ എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. ആണ് മൂന്നാമത്തെ കാരണം. നമ്മൾ കഷ്ടം അനുഭവിക്കുന്നതിൻ്റെ മൂന്നാമത്തെ കാരണം, ഈ അനീതി നിറഞ്ഞ ലോകത്തിൽ നമ്മൾ നീതിമാന്മാരായി നീതി പ്രവർത്തിക്കുമ്പോൾ, സത്യം സംസാരിക്കുമ്പോൾ നാം ഈ ലോകത്ത് നിന്ന് കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ആ 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യമാണ്. 1 പത്രോസ് 2:20 പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പം നന്മ ചെയ്യുമ്പോൾ നാം മറ്റുള്ളവരിൽ നിന്ന് കഷ്ടം അനുഭവിക്കുവാനായിട്ട് ഇടയാകുമെന്നാണ് പത്രോസ് പറയുന്നത്. അങ്ങനെ നന്മ ചെയ്തുകൊണ്ട് ഈ തിന്മയുടെ ലോകത്ത് നിന്ന്, തിന്മയുടെ ജനസമൂഹത്തിൽ നിന്ന് നമുക്ക് കഷ്ടം അനുഭവിക്കേണ്ടി വരും. അതിനായിട്ടല്ലോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയാണ്. അപ്പോൾ കഷ്ടം സഹിക്കുവാൻ ദൈവം അനുവദിക്കുന്നതിൻ്റെ 4-ാമത്തെ കാരണമെന്ന് പറയുന്നത്, ഈ തിന്മ നിറഞ്ഞ ലോകത്ത് നന്മ ചെയ്ത് ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. അപ്പോൾ തിന്മയുടെ ലോകത്ത് നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമുക്ക് കഷ്ടം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ കഷ്ടം അനുഭവിക്കേണ്ടി വരുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാണെന്നാണ് പറയുന്നത്. നന്മ ചെയ്തുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടോ, കുറ്റം ചെയ്തിട്ടോ, അല്ലെങ്കിൽ പാവം ചെയ്തിട്ടോ ഉണ്ടാകുന്ന കഷ്ടത്തെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്. നാം നന്മ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. സൽപ്രവർത്തികൾക്കായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ സൽപ്രവർത്തികൾക്ക്, നന്മ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് വിളിക്കപ്പെട്ട നാം സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കുമ്പോൾ, ഈ തിന്മയുടെ ലോകത്ത് അവർക്ക് അസൂയ കൊണ്ടോ അല്ലെങ്കിൽ നമ്മെ നശിപ്പിച്ച് കളയുവാനുള്ള അവരുടെ ആഗ്രഹം കൊണ്ടോ നമുക്ക് ചിലപ്പോൾ കഷ്ടം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ കഷ്ടം അനുഭവിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ്. തിന്മ ചെയ്തിട്ട് അടികൊള്ളുന്നത് ന്യായമായ ശിക്ഷയാണ്. എന്നാൽ നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്നത് ന്യായമായ ശിക്ഷയല്ല, അത് ശിക്ഷ അന്യായമാണ്. പക്ഷേ നന്മ ചെയ്തതിൻ്റെ പേരിൽ നാം കഷ്ടം അനുഭവിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ്.
അതിനായിട്ടല്ലോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നാണ് പത്രോസ് പറയുന്നത്. അപ്പം നാം കഷ്ടം അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നതിൻ്റെ 4ാമത്തെ കാരണം അതാണ്. എന്താണെന്നറിയോ? ദൈവത്തിനത് പ്രസാദകരമാണ് എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനി നന്മ ചെയ്യുവാൻ സൽപ്രവൃത്തികൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവനായതുകൊണ്ട് അവൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികളുടെ പേരിൽ അവൻ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമായതുകൊണ്ടാണ് കഷ്ടം അനുഭവിക്കുവാനായിട്ട് തൻ്റെ മക്കളെ ദൈവം അനുവദിക്കുന്നത്, അല്ലെങ്കിൽ കഷ്ടതയിലൂടെ തൻ്റെ മക്കളെ ദൈവം കടത്തിവിടുന്നതിൻ്റെ 4ാമത്തെ കാരണം. ഇനി ഒരു കാരണം കൂടി ഞാൻ പറയാം. അത് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യമാണ്. ഞാനത് വായിക്കാം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: നാം ക്രിസ്തുവിന് കൂട്ടവകാശികളും നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുകയും ചെയ്യണം എന്നാണ്. അപ്പം യേശുക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്ന മഹത്വവും തേജസ്സും പ്രാപിക്കുവാനായിട്ട് അർഹതയുള്ളവരാണ് നമ്മൾ. അതിനുള്ള അർഹരാണ് ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുക എന്നുള്ളത്. അങ്ങനെയുള്ളവർ ക്രിസ്തുവിൻ്റെ തേജസ് അത് പ്രാപിക്കും. ആ ക്രിസ്തുവിൻ്റെ അതേ തേജസ് നാമും പ്രാപിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിനോട് കൂടെ നമ്മളും തേജസ്കരിക്കപ്പെടേണ്ടതിന് യേശുക്രിസ്തുവിനോട് കൂടെ നമ്മളും കഷ്ടം അനുഭവിക്കണം. അപ്പോൾ ദൈവം തൻ്റെ മക്കൾക്ക് കഷ്ടം അനുവദിക്കുന്നതിൻ്റെ 5 കാരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 5ാമത്തെ കാരണം ഇതാണ്: യേശുക്രിസ്തു പ്രാപിച്ചിരിക്കുന്ന മഹത്വവും യേശുക്രിസ്തു പ്രാപിച്ചിരിക്കുന്ന തേജസ്സും പ്രാപിക്കുവാനുള്ള ഒരു കാരണമാണ് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടം. അതുകൊണ്ടാണ് അതിനെ വരം, ദൈവം കഷ്ടം അനുഭവിക്കുവാൻ നമുക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു എപ്രകാരം ദൈവ തേജസ് പ്രാപിച്ചിരിക്കുന്നുവോ അതേ തേജസ്സിൻ്റെ പ്രതിമയായി നാമും രൂപാന്തരപ്പെട്ടു വരും. അതിനു വേണ്ടി ദൈവം അനുവദിക്കുന്ന കാര്യമാണ് ഈ ലോകത്തിൽ നാം കഷ്ടം അനുഭവിക്കുക എന്നുള്ളത്. അപ്പം കഷ്ടം അനുഭവിക്കുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചു. കഷ്ടം അനുഭവിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് നൽകുന്ന ഒരു വരമാണ്. അപ്പം ആ ദൈവം ആ വരം തന്ന് കഷ്ടം അനുഭവിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചതിന് ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതയും കഷ്ടപ്പാടുകളും ദൈവം അനുവദിക്കുന്നതിൻ്റേതായ 5 കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1ാമത്തെ കാരണം എന്ന് പറയുന്നത്, ആ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മൾ ശക്തരാകേണ്ടതിന് ദൈവം നമ്മെ ചില കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നു എന്നുള്ളതാണ്. അതായത് നാം കഷ്ടതയിൽ ശക്തരായെങ്കിൽ മാത്രമേ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ 2ാമത്തെ കാരണം എന്ന് പറയുന്നത്, കഷ്ടത സഹിഷ്ണുത ഉളവാക്കുന്നു. അതായത് ദൈവികമായ ഗുണവിശേഷങ്ങൾ നമ്മളിൽ ഉളവാക്കുന്നത് ഈ കഷ്ടത അനുഭവിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ കഷ്ടതയുടെ ഫലമായിട്ട് സഹിഷ്ണുത ഉണ്ടാകുന്നു. സഹിഷ്ണുത എന്ന് പറയുന്നത് ദൃഢമായ ഒരു മനസ്സും ഉറപ്പുള്ള ഒരു മനസ്സും ദീർഘക്ഷമയുമുള്ള ഒരു വ്യക്തിയാക്കി വാർത്തെടുക്കുവാൻ ദൈവം അനുവദിക്കുന്നതാണ് കഷ്ടത എന്ന് പറയുന്നത്. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അനീതി നിറഞ്ഞ അസത്യം നിറഞ്ഞ ലോകത്ത് നീതിമാന്മാരായി ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് കൊണ്ട് നാം നീതി നിവർത്തിക്കുമ്പോൾ, നീതി പ്രവർത്തിക്കുമ്പോൾ നാം ഈ ലോകത്തിൻ്റെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ്. അതാണ് യേശുക്രിസ്തു പറഞ്ഞ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കാരണം ഈ ലോകം അനീതിയുടെ ലോകമാണ്, അസത്യത്തിൻ്റെ ലോകമാണ്. അസത്യത്തിൻ്റെയും അനീതിയുടെയും ലോകത്തിൽ സത്യസന്ധമായി നീതിയായി നടന്നാൽ കഷ്ടമുണ്ടാകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ അങ്ങനെ കഷ്ടം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നത്. അപ്പോൾ നീതി നിമിത്തം കഷ്ടം അനുഭവിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നാം ഭാഗ്യവാന്മാരായി തീരുകയാണ്. 4ാമത്തെ കാര്യമെന്ന് പറയുന്നത്, നന്മ ചെയ്ത് നമ്മൾ കഷ്ടം അനുഭവിക്കുന്ന കാര്യത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ടെന്നുള്ളതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് നമ്മൾ സ്തോത്രം ചെയ്തും ആരാധിച്ചും പാട്ടുപാടിയും അങ്ങനെ ദൈവത്തിന് ദാനധർമ്മങ്ങൾ നൽകിക്കൊണ്ടും
ഒക്കെയാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ അതിന് വിരുദ്ധമായി വിചിത്രമായ ഒരു കാര്യമാണ് പറയുന്നത്. നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണെന്നാണ് പറയുന്നത്. അപ്പോൾ കഷ്ടം അനുഭവിക്കുന്നത് നന്മ ചെയ്തിട്ടാണെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമാണ് എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ നാം നന്മ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നാം നന്മ ചെയ്യുന്നത് കൊണ്ട് ഈ ലോകത്തിൽ അസൂയ കൊണ്ട് മറ്റേതെങ്കിലും വിധത്തിൽ നമുക്ക് തിന്മ അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നു എങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതാണ് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ജീവനായ ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അതേ തേജസ്സായി നമ്മൾ രൂപാന്തരപ്പെട്ടു വരുന്നതിനുള്ള ഒരു കാരണമാണ് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുള്ളവരാകുക എന്നുള്ളത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ തേജസ് പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കഷ്ടങ്ങളിൽ നിങ്ങൾ സന്തോഷിക്കണം. കാരണം ഈ ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം നിത്യമായ അത്യന്ത അനവധിയായ നിത്യഘനമായ തേജസ് പ്രാപിക്കുവാൻ ഇടയാകുമെന്നാണ്. അപ്പോൾ ഈ ലഘുവായ കഷ്ടം ഞൊടി നേരത്തേക്കുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പം കർത്താവിനെ അറിഞ്ഞ അന്ന് മുതൽ മരിക്കുന്നത് വരെയുള്ള ആ കാലയളവിനെ ഞൊടി നേരം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആ ഞൊടി നേരത്തേക്കുള്ള കഷ്ടം അത്യന്തം അനവധിയായി നിത്യ തേജസ്സിൻ്റെ നിത്യഘനമായ അത് പ്രാപിക്കുവാൻ നിത്യഘനമായ തേജസ് പ്രാപിക്കുവാൻ കഷ്ടത ദൈവം അനുവദിക്കുന്നു എന്നുള്ളതാണ്. അതാണ് 5-ാമത്തെ കാര്യം. അപ്പോൾ പ്രിയ സഹോദരന്മാരെ, കഷ്ടത വരുമ്പോൾ അതിന് പിറുപിറുക്കുവാനും നിരാശപ്പെടുവാനും അതിനെ ഓർത്ത് വേദനിക്കുവാനും അതിനുവേണ്ടി കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപവാസം പ്രഖ്യാപിക്കുകയൊന്നുമല്ല വേണ്ടത്. ദൈവവചനത്തിലൂടെ കഷ്ടത ദൈവം നമുക്ക് അനുവദിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ നന്മയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുകയാണ്. കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാനുള്ള 5 കാരണങ്ങൾ പറഞ്ഞു. അത് ദൈവത്തിന് പ്രസാദകരമാണ്, അതുകൊണ്ട് നമ്മൾ കഷ്ടത്തിൽ പ്രശംസിക്കുന്നു. 2, കർത്താവിൻ്റെ തേജസ് പ്രാപിക്കുവാൻ അതൊരു കാരണമാണ്, അതുകൊണ്ട് നമുക്ക് കഷ്ടതയിൽ പ്രശംസിക്കാനായിട്ട് പറ്റും. 3, നീതി നിമിത്തം നമ്മൾ കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ ഭാഗ്യവാന്മാരാകുന്നത് കൊണ്ട് നമുക്ക് കഷ്ടതയിൽ നമുക്ക് പ്രശംസിക്കാൻ പറ്റും. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ സഹിഷ്ണുതയുള്ളവരാക്കും. അതായത് ദീർഘക്ഷമയും ഉറച്ച മനസ്സുമുള്ളവരാക്കി തീർക്കുവാൻ കഷ്ടത ദൈവം അനുവദിക്കുന്നു. ആ വിധത്തിൽ നമുക്ക് കഷ്ടതയിൽ പ്രശംസിക്കാനായിട്ട് പറ്റും. മറ്റൊന്നെന്ന് പറയുന്നത്, നാം കഷ്ടതയിൽ പ്രശംസിക്കുന്നതിൻ്റെ 1-ാമത്തെ കാരണം എന്ന് പറയുന്നത് കഷ്ടം അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായി അവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മളെ ശക്തരാക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന കഷ്ടതയോർത്ത് അതിൽ നമുക്ക് പ്രശംസിക്കാൻ കഴിയും. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അബദ്ധമായി പോയി എന്ന് പറയുകയല്ല വേണ്ടത്. ഇതിലും ഭേദമായിരുന്നു ആ സമുദായത്തിൽ നിന്നായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് വിഷമിച്ച് അല്ലെങ്കിൽ കഷ്ടതയെ ഒരു ഭാരമായി അല്ലെങ്കിൽ കഷ്ടത പൈശാചികമായി അല്ലെങ്കിൽ കഷ്ടത ദൈവത്തിനെതിരായി ഒന്നും നമ്മൾ ചിന്തിക്കരുത്. അതിൻ്റെ പേരിൽ ദൈവത്തോട് പിറുപിറുക്കരുത്, നിരാശപ്പെടരുത്. അപ്പോൾ കഷ്ടത ദൈവം നൽകുന്ന ഒരു വരമാണ്, അത് ദൈവത്തിന് പ്രസാദകരമാണ്, അത് യേശുക്രിസ്തുവിൻ്റെ തേജസ് പ്രാപിക്കുവാനുള്ള കാരണമാണ്. മറ്റൊന്ന് നമ്മളെ ഭാഗ്യവാന്മാരാക്കുന്നതാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കഷ്ടതയിലും പ്രശംസിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.